ഹലോ, നമുക്ക് നല്ലൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. എന്നും നമ്മൾ ചേർക്കുന്ന മസാലയില്ലാതെ വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മസാല ചേർത്ത്, പച്ച കളർ മസാല ചേർത്ത് ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇതിനകത്തൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അത് ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മസാല ആവുന്നത്. അതെന്താ നമുക്ക് നോക്കാം. പിന്നെ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇന്ന മീൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ മുറിച്ച് കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ പ്രത്യേക ഐറ്റം ഇതാണ് പുളിയില. പുളിയിലയുടെ തളിരിലയാണ് ഏറ്റവും നല്ലത്. നന്നായി മുരടിച്ച് പോയ ഇല എടുക്കരുത്, അത്യാവശ്യം പുളി വേണം. അതുകൊണ്ട് നല്ല ഇല തന്നെ എടുക്കണം. പിന്നെ ഇത് നാരങ്ങയുടെ ഇലയാണ്. അത് ചെറിയ ഫ്ലേവറിന് വേണ്ടി, ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ പുളിയില മസ്റ്റ് ആട്ടോ. പിന്നെ ഇത് കറിവേപ്പില ഒരു 3-4 തണ്ട് ഞാൻ ഇതിലേക്ക് ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളിയിലയുടെ ആ ഒരു പുളിപ്പും അതാണ് നമ്മൾ പ്രത്യേക ടേസ്റ്റ് ഇട്ടോ ഈ മസാലക്ക്. അതുകൊണ്ട് എല്ലാ ഇലയും നമ്മുടെ കയ്യിലുള്ളത് ഒരു അത്യാവശ്യം എത്ര ഉണ്ടോ അത്രയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ യൂട്യൂബിൽ നിന്ന് സെർച്ച് നോക്കിയപ്പോൾ മല്ലിച്ചപ്പും പുതിനയിലയും അരച്ചിട്ടുള്ള ഒരു മസാലയാണ് ഗ്രീൻ മസാല കണ്ടിട്ടുള്ളത് ഫിഷ് ഫ്രൈയിലൊക്കെ. പക്ഷേ അതൊന്നുമല്ല, ഈ പച്ച മസാലയ്ക്ക് ഈ നമ്മുടെ പുളിയില ചേർത്ത് അരച്ച് ഉണ്ടാക്കി നോക്കുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ വീണ്ടും ഇത് തന്നെ ട്രൈ ചെയ്യും. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുഞ്ഞുള്ളി, നമ്മുടെ ചെറിയ ഉള്ളിയാണ്. പച്ചമുളകിന് പകരം കാന്താരി മുളകാണെങ്കിൽ കുറച്ചും കൂടി എരിവുണ്ടാവും. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ സാധാ പച്ചമുളക് ചേർത്തുന്നേ ഉള്ളൂ. കാന്താരി ആണെങ്കിൽ കുറച്ചും കൂടി എരിവും ഉണ്ടാവും. പിന്നെ ഇഞ്ചി. ഇതൊക്കെ നമ്മുടെ മസാലകളൊക്കെ നമ്മുടെ മീൻ എത്ര ഉണ്ടോ അതിനനുസരിച്ച് ചേർക്കാം, കൂട്ടാം, കുറയ്ക്കുക ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. വലിയ ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, ഇല്ലെങ്കിൽ കുരുമുളക് നമ്മൾ അരച്ചെടുക്കല്ലേ. പിന്നെ ഉണക്കമുളക് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി അരച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അത് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ച് കിട്ടണം. ഇനി അഥവാ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എണ്ണയോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ മസാല മാറ്റി ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എനിക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസ് എന്ന് വേണമെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർക്കുന്നതിനേക്കാൾ നല്ലത് എണ്ണ ചേർക്കുന്നതാണ്. ഇനി എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, ഒരുപാടാവരുത്. അങ്ങനെ മീനെല്ലാം ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായി മസാല ആക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. എങ്കിൽ നമ്മൾ മസാലയ്ക്ക് ഉപ്പും ആ മസാലയുടെ ഫ്ലേവർ അതൊക്കെ ഒന്ന് നമ്മുടെ മീനിൽ പിടിച്ച് കിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിന് മുന്നേ കുറച്ച് ഉണക്കമുളക് ഞാനതിന് മുകളിൽ ഇട്ടിട്ടുണ്ട്. ഉണക്കമുളക് ഒരു ഫ്ലേവറും കാണാൻ ഭംഗിയൊക്കെ അല്ലേ, അതിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് 20 മിനിറ്റിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില വെച്ച് അതിലേക്ക് നമ്മുടെ ഈ മീൻ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഈ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. പുളിയില ഒരിക്കലും മിക്സാക്കരുത്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ കാന്താരിമുളക് ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും, എരിവുണ്ടാവും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഈ ഒരു ഫിഷ് ഫ്രൈ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല അല്ലാത്ത വീഡിയോസും ഉണ്ട് എൻ്റെ ചാനലിൽ, അതൊക്കെ പോയി കാണണം കേട്ടോ. ഞാൻ അതിന് മുകളിൽ കുറച്ച് ഉണക്കമുളക് വെറുതെ ഇടുന്നുണ്ട് കേട്ടോ, കാണാൻ ഭംഗിക്ക് ലുക്കിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഗ്രീൻ മസാല ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ.